കലൂർ സ്റ്റേഡിയം അപകടത്തിൽ സംഘാടകരായ മൃദംഗാവിഷനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. പരിപാടിയിൽ പങ്കെടുത്തവരിൽ നിന്നും സംഘാടകർ പണം വാങ്ങിയത് എന്തടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ച കോടതി, അപകടമുണ്ടായിട്ടും എന്തുകൊണ്ട് പരിപാടി നിർത്തിവെച്ചില്ലെന്നും ചോദിച്ചു. കലൂർ സ്റ്റേഡിയം നൃത്തപരിപാടിയിലെ സാമ്പത്തിക വഞ്ചന കേസിൽ മുഖ്യപ്രതിയായ നികോഷ് കുമാർ ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ രൂക്ഷ വിമർശനം. പരിപാടിയിൽ പങ്കെടുത്തവരിൽ നിന്ന് എന്തടിസ്ഥാനത്തിലാണ് സംഘാടകർ പണം വാങ്ങിയത്? മനുഷ്യന് അപകടം പറ്റിയിട്ടും പരിപാടി നിർത്താൻ സംഘാടകർ തയ്യാറായില്ലെന്നും കോടതി കുറ്റപ്പെടുത്തി. ഉമാ തോമസിന് പരിക്കേറ്റ ശേഷം എന്തുകൊണ്ട് കുറച്ചു സമയമെങ്കിലും പരിപാടി നിർത്തിവെച്ചില്ല? ഗാലറിയിൽ നിന്ന് വീണ MLAയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത സംഘാടകർക്കുണ്ടായിരുന്നില്ലേ? മനുഷ്യത്വം എന്നൊന്നില്ലേ എന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചോദിച്ചു. സംഘാടകർ കാണിച്ചത് ക്രൂരതയാണ്. ഒരാൾ വീണ് തലയ്ക്ക് പരിക്കേറ്റ് കിടക്കുമ്പോഴും പരിപാടി തുടർന്നു. ഉമാ തോമസിനെ ആശുപത്രിയിൽ എത്തിക്കുന്നതുവരെയെങ്കിലും കാത്തിരിക്കാമായിരുന്നു. പരിപാടിയുടെ ബ്രോഷറും നോട്ടീസും ഉൾപ്പെടെ എല്ലാ രേഖകളും ഹാജരാക്കാൻ മൃദംഗാവിഷൻ ഉടമകൾക്ക് കോടതി നിർദ്ദേശം നൽകി. കൈരളി ന്യൂസ്, കൊച്ചി.